സമാന്തര എഴുത്ത് ലോട്ടറിയെക്കുറിച്ച് അറിയാൻ ഞങ്ങളൊരു അന്വേഷണം നടത്തിയപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ തുടർച്ചയായിട്ട് കുറേ ആളുകൾ കേരള സർക്കാരിന് സമാന്തരമായി ലോട്ടറി നടത്തി ഞങ്ങളാകെ ബുദ്ധിമുട്ടാക്കിയിരിക്കുകയാണ്. ഞങ്ങളുടെ കച്ചവടം കുറഞ്ഞ് ഞങ്ങളാകെ വഴിയാധാരമായി നിൽക്കുകയാണ്. കേരള ലോട്ടറി ഇപ്പോൾ ഇവിടെ ആർക്കും വേണ്ട. കേരള ലോട്ടറിക്ക് 50 രൂപ കൊടുക്കണം. അതേ ലോട്ടറി തന്നെ 30 രൂപയ്ക്ക് വ്യാജ കിട്ടുക. ഇവർ നമ്മുടെ നമ്പർ നോക്കിയിട്ട് ആ നമ്പർ പോയി അവിടെ 30 രൂപയ്ക്ക് എഴുതുക. ഈ 4 നമ്പർ എഴുതുക. 4 നമ്പർ എഴുതുമ്പോഴത്തേനും ആ നമ്പർ അടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കാശ് കറക്റ്റായിട്ടും കിട്ടുന്നുണ്ട്. പോലീസ് വന്ന് പരിശോധന നടത്തുന്നു, അവരെ പിടിച്ചോണ്ട് പോകുന്നു. നിമിഷ നേരം കൊണ്ട് അവർ ഇറങ്ങി വരുന്നു. പിന്നെ 1 മണിക്കൂർ കഴിയുമ്പോൾ ഇത് തന്നെയാണ് പരിപാടി. 18 വർഷമായി ഞാൻ ഈ ടിക്കറ്റ് വിൽക്കാൻ തുടങ്ങിയിട്ട്. ഇതുപോലൊരു കാലഘട്ടം ഒരിക്കലും ഒന്നും സംഭവിച്ചിട്ടില്ല. നമസ്കാരം. സംസ്ഥാന ലോട്ടറിക്ക് സമാന്തരമായി ലോട്ടറി കച്ചവടം സജീവമാകുന്നതായി പരാതി. കോട്ടയം ഈരാറ്റുപേട്ടയിലാണ് ഇത്തരത്തിൽ സമാന്തരമായ ലോട്ടറി കച്ചവടം നടക്കുന്നത്. ഒരു ദിവസം തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ കച്ചവടമാണ് നടക്കുന്നതെന്നാണ് പരാതി ഉയരുന്നത്. സമാന്തര എഴുത്ത് ലോട്ടറിയെക്കുറിച്ച് അറിയാൻ ഞങ്ങളൊരു അന്വേഷണം നടത്തിയപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അറിയാൻ കഴിഞ്ഞത്. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് രൂപയുടെ കച്ചവടമാണ് ഈരാറ്റുപേട്ടയിൽ മാത്രം പൊടിപൊടിക്കുന്നത്. ഇതോടെ ഈ സംസ്ഥാന ലോട്ടറി വിൽപ്പന നടത്തുന്ന ആളുകളൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയിലായി മാറിയിരിക്കുകയാണ്. കുറേയേറെ വർഷങ്ങളായി ഇവർ മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും അടക്കം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും എടുക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ വലിയൊരു ലോട്ടറി സമാന്തരമായ ലോട്ടറി മാഫിയ സജീവമായിരിക്കുന്നുവെന്നാണ് അറിയാൻ കഴിഞ്ഞത് ലോട്ടറി വിൽപ്പനക്കാരുടെ വാക്കുകളിലേക്ക്. ഈരാറ്റുപേട്ടയിലെ വ്യാജ ലോട്ടറി സംബന്ധമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പരാതിയായിട്ട് ഉന്നയിക്കാനുള്ളത്. ഞങ്ങൾ ഇവിടെ ഈരാറ്റുപേട്ടയിൽ ലോട്ടറി വ്യാപാരം നടത്തി വരുന്നു. ഇവിടെ തുടർച്ചയായിട്ട് കുറേ ആളുകൾ കേരള സർക്കാരിന് സമാന്തരമായി ലോട്ടറി നടത്തി ഞങ്ങളാകെ ബുദ്ധിമുട്ടാക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഞങ്ങൾ പല സ്ഥലങ്ങളിൽ പരാതി കൊടുക്കുകയും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും ഒരു നടപടി ഉണ്ടാകുന്നില്ല. ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ കോട്ടയം SP, DYSP എല്ലാം പരാതി കൊടുത്തിട്ടും ഒരു മാർഗ്ഗം ഉണ്ടാകുന്നില്ല. എങ്ങനെയാണ് ഈ സമാന്തര ലോട്ടറി എങ്ങനെയാണ് അത് വിപണനം നടത്തുന്നത്? നമ്മുടെ കേരള ലോട്ടറി നമ്മൾ 50 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ഇവർ സമാന്തര ലോട്ടറി, അതായത് എഴുത്ത് ലോട്ടറി ഇവിടെ നടത്തുന്നത്. അത് 30 രൂപ നിരക്കിൽ ഒരെണ്ണം 30 രൂപ നിരക്കിൽ വാങ്ങിക്കുകയാണ്. കൂടാതെ ഗൂഗിൾ പേ വഴി പൈസ സ്വീകരിക്കുന്നു. അവിടെ പോയി എഴുതേണ്ടവർക്ക് എഴുതാം, അല്ലാത്തവർക്ക് നമുക്ക് ഗൂഗിൾ പേ വഴി പണം കൊടുത്തും നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ട്. പ്രൈസ് എങ്ങനെയാണ്? പ്രൈസ് കേരള ലോട്ടറിയുടെ ലിസ്റ്റ് വരുന്നതനുസരിച്ച് അതിനകത്ത് പ്രൈസ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും, ഇല്ലെങ്കിൽ പൈസ. ഇപ്പോൾ കേരള ലോട്ടറിയുടെ ലിസ്റ്റ് വഴി നമുക്ക് 5000 മുതലാണോ? 5000 തൊട്ട് താഴോട്ടുള്ള 4 അക്കത്തിനുള്ള പ്രൈസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് കാരണം വളരെ ബുദ്ധിമുട്ടിലാണ്. പരാതി കൊടുത്തിട്ടൊന്നും ഒരു നടപടി ഉണ്ടാകുന്നില്ല. ഞങ്ങളെല്ലാം പ്രക്ഷോഭം സംഘടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ കച്ചവടം കുറഞ്ഞു? ഞങ്ങളുടെ കച്ചവടം കുറഞ്ഞ് ഞങ്ങളാകെ വഴിയാധാരമായി നിൽക്കുകയാണ്. സർക്കാരും ഇപ്പോഴത്തെ പുതിയ സർക്കാർ നമ്മൾ പരാതി ഉന്നയിച്ചിട്ടുണ്ട്, അവർ നടപടി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും പഴയ സർക്കാർ നമ്മളോട് പൂർണ്ണമായിട്ട് മുഖം തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന് ഞങ്ങൾ പുതിയ സർക്കാരുമായിട്ട് പരാതി കൊടുക്കാൻ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ വ്യാജ ലോട്ടറി ഈ രീതിയിൽ വിൽക്കുന്നവർക്ക് അവർക്ക് കടയുണ്ടോ? അവർക്ക് കടയുണ്ട്. അവർക്ക് ഈരാറ്റുപേട്ട ടൗണിൽ തന്നെ കടയുണ്ട്. പരസ്യമായിട്ടാണ് എഴുതുന്നത്. ഇതിപ്പോൾ വ്യാപകമായിട്ട് ഈരാറ്റുപേട്ട, പഞ്ചപ്പാറ, തീക്കോയി ഇങ്ങനെയുള്ള മേഖലകളിൽ എല്ലായിടത്തുമായി. ഇതിൻ്റെ ഇടയ്ക്ക് പൂഞ്ഞാർ തുടങ്ങി. പൂഞ്ഞാർ പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ നിർത്തിക്കുകയും ചെയ്തു. ബാക്കി ആരും ഇവിടെ നിർത്തിച്ചിട്ടില്ല. എല്ലാവരും ഇവർക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് പല രീതിയിൽ ആത്മഹത്യയൊക്കെ നടന്നു. പക്ഷേ അതൊന്നും വെളിയിലൊന്നും വരുന്നില്ല. ഈ ലോട്ടറി എടുത്ത് ഒരുപാട് പേര് നശിക്കുന്നുണ്ട്. കേരള ലോട്ടറി ഇപ്പോൾ ഇവിടെ ആർക്കും വേണ്ട. കേരള ലോട്ടറിക്ക് 50 രൂപ കൊടുക്കണം. അതേ ലോട്ടറി തന്നെ 30 രൂപയ്ക്ക് വ്യാജ കിട്ടുക. അതുകൊണ്ട് കേരള ലോട്ടറി വിൽക്കുന്ന എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുക. എത്ര 100 200 വേണേൽ ഇത് നമ്മൾ കൊടുക്കുന്ന നമ്പർ 12 എണ്ണമാണ്. സർക്കാരിലോട്ട് 12 കിട്ടുകയുള്ളൂ. ഇവർ 100 200 എത്ര വേണേലും ഇവർ ചോദിക്കുന്ന എഴുതി കൊടുക്കുക. ഒരു ദിവസം ഏകദേശം എത്ര രൂപയുടെ കച്ചവടം ഉണ്ടാകും? അത് പറയാൻ പറ്റുകയില്ലാത്ത ഒരു കച്ചവടം ഇവിടെ. അതുപോലെ ആളെ അവിടെ ക്യൂ നിൽക്കുക. അതുപോലെ 50 ലക്ഷം രൂപ അടുത്ത കച്ചവടം, 40 ലക്ഷം രൂപ 50 ലക്ഷം രൂപ ആവറേജ് അവിടെ നടക്കുന്നുണ്ട്. ഗൂഗിൾ പേ വഴിയും ഈ പോയി എടുത്ത നമ്മളവിടെ പോയാൽ നമുക്കറിയാം അവിടെ ക്യൂ നിന്ന ആൾക്കാർ എഴുതുന്നത്. നമ്മുടെ ഇവിടെ കൗണ്ടറിൽ ടിക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കൂടുമ്പോൾ ഒരാൾ വന്നൊരു ടിക്കറ്റ് എടുത്താലേ നമുക്ക് എല്ലാ ദിവസവും ബാലൻസ് വരുന്നു. ഞങ്ങളാകെ പ്രതിസന്ധിയിലാണ്. സർക്കാർ അടിയന്തരമായിട്ട് ഇതിനകത്ത് ഇടപെട്ട് ഒരു നടപടി ഉണ്ടാക്കി. പൈസയൊക്കെ ആർക്കും കിട്ടിയിട്ടുണ്ടോ? ഈ അടിക്കുന്ന പൈസയൊക്കെ പൈസ കിട്ടുന്നുണ്ടെന്നാണ് പൊതുവെയുള്ളൊരു ഇത്. അതുകൊണ്ടാണ് ആൾക്കാർ കൂടുതലായിട്ട് അതിനോട്. എങ്ങനെയാണ് പൈസയൊക്കെ തരുന്നത്? ഇത് ഗൂഗിൾ പേ വഴിയും, അല്ലാതെ ഗൂഗിൾ പേ വഴി വേണ്ടവർക്ക് ഗൂഗിൾ പേ വഴി തരും, അല്ലാതെ ക്യാഷ് ആയിട്ട് വേണ്ടവർക്ക് ക്യാഷ് ആയിട്ട് കൊടുക്കും. എങ്ങനെയാണ് കിട്ടുന്നുണ്ട്, പൈസ അവിടെ നിന്ന് കിട്ടുന്നുണ്ടെന്നാണ്. അത് ഇവിടെയുള്ള ആളുടെ നമ്പർ തന്നെയാണോ? ഇവിടെയുള്ള ആൾ തന്നെ, സെൻട്രൽ ജംഗ്ഷനിൽ തന്നെയുള്ള ആളാണ്. പണ്ട് ഹോട്ടൽ നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. ഇപ്പം
പുള്ളിക്ക് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി, പുള്ളി ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവർക്കും കൈക്കൂലി കൊടുത്തിട്ടുള്ള പരിപാടിയാണിത്. പൈസ നിങ്ങൾ അയക്കുന്ന ഈ ഇതര സംസ്ഥാനക്കാർ അങ്ങനെ എന്തോ ഉണ്ടോ? അങ്ങനെയുള്ള ആൾക്കാരെ സ്റ്റാഫായിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ സ്റ്റാഫ് ഒരു 8-10 സ്റ്റാഫുണ്ട്. അവർ പുള്ളി ഡയറക്റ്റ് അല്ല ചെയ്യുന്നത്, സ്റ്റാഫിനെ വെച്ച് ചെയ്യുക. പുള്ളിയുടെ ബിൽഡിംഗ് സ്വന്തമായിട്ടിരുന്ന സ്റ്റാഫിനെ വെച്ച് ചെയ്യുകയാണ്. അവർ പോയി നമ്മൾ പൈസ കൊടുത്ത് 30 രൂപ കൊടുത്ത് ഒരെണ്ണം വേണമെന്ന് പറഞ്ഞാൽ ഒരെണ്ണം എടുക്കാം, ഇനി 10 എണ്ണം വേണമെന്ന് പറഞ്ഞാൽ 10 എണ്ണം എടുക്കാം, 5 എണ്ണം വേണമെങ്കിൽ അങ്ങനെ 100 എണ്ണം വേണമെങ്കിൽ 100 എടുക്കാം. പൈസ കൊടുത്ത് അകത്ത് ഒരു നമ്പർ ഇട്ട് തരും. ആ നമ്പർ പ്രൈസ് അടിച്ചിട്ട് കേരള ലോട്ടറി ലിസ്റ്റ് വരുമ്പോൾ പ്രൈസ് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്പർ കൊണ്ട് കാണിച്ചാൽ അത് എത്ര എഴുതിയിട്ടുണ്ടോ ആ പൈസ നമുക്ക് കിട്ടും. അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളും മാസങ്ങളും വർഷങ്ങളുമായിട്ട് ഈ വേദന തിന്നുകൊണ്ടിരിക്കുക. ഡെയിലി 120 ടിക്കറ്റും 150 ടിക്കറ്റും എടുക്കുന്ന മനുഷ്യന് വൈകുന്നേരം ആകുമ്പോഴത്തേന് 30 ടിക്കറ്റ് 20 ടിക്കറ്റ് ഇതെല്ലാം ബാലൻസാണ്. ഈ പാവങ്ങൾ അലിഞ്ഞു നടക്കുന്നവർക്ക് 60 ടിക്കറ്റ് എടുത്താലും 10 ടിക്കറ്റ് വീതം ബാലൻസാണ്. ഇവർ നമ്മുടെ നമ്പർ നോക്കിയിട്ട് ആ നമ്പർ പോയി അവിടെ 30 രൂപയ്ക്ക് എഴുതുക. ഈ 4 നമ്പർ എഴുതുക. 4 നമ്പർ എഴുതുമ്പോഴത്തേനും ആ നമ്പർ അടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കാശ് കറക്റ്റായിട്ടും കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇത് വിജയിക്കുന്നത്. പക്ഷേ ഞങ്ങൾ പാവങ്ങൾ ഈ തട്ടയിലിട്ടുകൊണ്ടിരിക്കുന്ന 120 ടിക്കറ്റ് ഇട്ടുകൊണ്ടിരുന്നാണെങ്കിലും വൈകുന്നേരം ആയാലും തീരെയല്ല. 20 ടിക്കറ്റ് 30 ടിക്കറ്റ് ബാലൻസാണ്. എന്നും ഇവരോടും വായ്പ മേടിച്ചാണ് ഈ കാശ് കൊടുക്കുന്നത്. കടക്കാർക്ക് കാശ് കൊടുക്കുന്നത്. അവർക്ക് കൊടുത്തില്ലെങ്കിൽ നമുക്ക് സാധനം കിട്ടത്തില്ല. ആ വേദനയും വിഷമം നിന്നാണ് ഇവിടെ മാസങ്ങളും വർഷങ്ങളുമായിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുക. അവരെ ഏക്കർ കണക്കിന് അവിടുന്ന് ഇവിടുന്ന് എല്ലാ കെട്ടിടങ്ങളും മേടിച്ച് അവർ വലിയ രാജാക്കന്മാരായിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ഈ പാവങ്ങൾ അലഞ്ഞു നടക്കുന്നവർക്കും ഈ കൗണ്ടർ ഇട്ടുകൊണ്ട് നടക്കുന്നവർക്കും 30 ടിക്കറ്റ് 20 ടിക്കറ്റ് വീതം ബാലൻസാണ്. ഇതിന് എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാകണം. അല്ല, ഞങ്ങൾ വേദനയോടെ ഇത് പറയുന്നത്, വിഷമത്തോടെ പറയുന്നതാണ്. ഞങ്ങൾ അത് അപ്പോഴൊക്കെ ഞങ്ങൾ സഹിക്കുന്നുണ്ട്. ഡെയിലി 2000 രൂപ 3000 രൂപ വായ്പ മേടിച്ചാണ് ഈ സംഭവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു പോംവഴി ഉണ്ടാകണം. അത് മാത്രമാണ്. ഇത് അലഞ്ഞു നടക്കുന്ന ഒരു സ്ത്രീയാണ് കയറി വരുന്നത്. അവർ പറയുന്നത് കേൾക്കുമ്പോൾ സങ്കടം വരും. പോലീസ് പരിശോധന നടത്തുന്നില്ല. പോലീസ് വന്ന് പരിശോധന നടത്തുന്നു. അവരെ പിടിച്ചുകൊണ്ട് പോകുന്നു. നിമിഷ നേരം കൊണ്ട് അവർ ഇറങ്ങി വരുന്നു. പിന്നെ 1 മണിക്കൂർ കഴിയുമ്പോൾ ഇത് തന്നെയാണ് പരിപാടി. ഇത് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ എത്ര പ്രാവശ്യം വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെന്നറിയോ? പക്ഷേ അരമണിക്കൂർ കഴിയുമ്പോൾ അവർ ഇറങ്ങി വരിക. ഇറങ്ങി വന്നിട്ട് പിന്നെ 1 മണിക്കൂർ കഴിയുമ്പോൾ ഇത് തന്നെ സംഭവം. അതായത് കാശ് അങ്ങോട്ട് കൊടുക്കുന്നില്ല, ഗൂഗിൾ പേ വഴിയാണ് പൈസ കൊടുക്കുന്നത്. അവർ നമ്പർ അവിടെ എഴുതി ഇടുക. വൈകുന്നേരം പോയി പൈസ ഉണ്ടെങ്കിൽ അന്നേരം ഗൂഗിൾ പേ വഴി കാശ് വരിക. ഇതാ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. കച്ചവടമൊക്കെ ഉണ്ടോ? കച്ചവടം ഒന്നുമില്ല, ഒരു തരത്തിലില്ല. 60 ടിക്കറ്റ് എടുത്തിട്ടാണ് ഈ നടക്കുന്നത്. ഇപ്പോഴും ഇരിക്കുക. 60 ടിക്കറ്റ് എടുത്തതിൽ എനിക്ക് ഇന്ന് പോയത് 15 ടിക്കറ്റാണ് ഞാൻ വിറ്റിരിക്കുന്നത്. ബാക്കി മൊത്തം ടിക്കറ്റും കയ്യിലിരിക്കുക. ഒരു നിവൃത്തിയില്ല. 18 വർഷമായി ഞാൻ ഈ ടിക്കറ്റ് വിൽക്കാൻ തുടങ്ങിയിട്ട്. ഇതുപോലൊരു കാലഘട്ടം ഒരിക്കലും വന്ന് സംഭവിച്ചിട്ടില്ല. എനിക്ക് പണിയെടുക്കാൻ പറ്റിയല്ല. എൻ്റെ 2 കാലും മുട്ടും ഓപ്പറേഷൻ ചെയ്തതാണ്. ഹാർട്ടിന് കുഴപ്പം. ഒരു നിവൃത്തിയില്ല. ഈ എഴുത്ത് മാത്രമേ ഉള്ളൂ. എഴുതുന്നവരുണ്ട്. എന്തുമാത്രം പേരാ വന്ന് രഹസ്യമായിട്ട് പോയി എഴുതുക. വൈകിട്ട് പോയി കാശ് ഉണ്ടെങ്കിൽ കാശും എടുത്തുകൊണ്ട് പോകും. ഞങ്ങൾ ജീവിക്കണ്ട. ഞങ്ങൾക്ക് ഈ പണിയെടുക്കാൻ പറ്റിയല്ലാത്തവർക്ക് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ജോലിക്ക് ഇറങ്ങുന്നത്. നമ്മളവിടെ എഴുതാൻ പോയി പല ആൾക്കാരും ചീറ്റിങ് പറ്റി ചതി പറ്റിപ്പോയ ആൾക്കാരുണ്ട്. എഴുതിയിട്ട് പൈസ കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ ആൾക്കാർ ഇപ്പം പോലീസിൽ പരാതി കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പിന്നെ എഴുതി ആത്മഹത്യയിലോട്ട് പോയ ആൾക്കാർ പലരും ഉണ്ട്. കാരണം അവരുടെ എല്ലാം വീട്ടുകാർ മിണ്ടാതിരിക്കുക. എന്ന് വെച്ചാൽ പുറത്ത് പറയാൻ അവർക്ക് താല്പര്യമില്ല. അതാണ് സംഭവം. ഈ പറഞ്ഞ പോലെ എഴുതിയ ഒരുപാട് പേര് പൈസ കിട്ടാത്ത ആൾക്കാർ അതിൻ്റെ തെളിവ് ഉൾപ്പെടെ വേണേൽ കാണിക്കാൻ റെഡിയാണ്. പിന്നെ എൻ്റെ തെളിവെല്ലാം ഉണ്ട്. ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുമ്പ് ഇതെല്ലാം കൊടുക്കാൻ തയ്യാറാണ്. ഞങ്ങൾ പല ഏജൻസികളിലും ഈരാറ്റുപേട്ട പോലീസ് തൊട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വരെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ED ഉൾപ്പെടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഉൾപ്പെടെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണം എപ്പോൾ വന്നാലും ഈ തെളിവുകളെല്ലാം ഹാജരാക്കാൻ ഞാൻ റെഡിയാണ്. നിയമപരമായിട്ട് മുന്നോട്ട് പോകാനുള്ള നിയമപരമായിട്ട് 100% മുമ്പോട്ട് പോകും. നിയമത്തിൽ ഞങ്ങളിപ്പം VD സതീശൻ മുഖ്യമന്ത്രിയായി അദ്ദേഹം എന്തെങ്കിലും നടപടി എടുക്കുന്നതിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പൂർണ്ണമായിട്ട് ഇത് നിർത്തി തരുമെന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കേരളം മൊത്തത്തിൽ ഇത് വ്യാപകമായിട്ടുണ്ട്. കേരളം മുഴുവനുണ്ട്. വ്യാപകമായിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഈരാറ്റുപേട്ടയിലെ പോലെ പരസ്യമായിട്ട് ലോകത്ത് ഒരിടത്തും നടക്കുകയില്ല. ഈരാറ്റുപേട്ടയിലെ പോലെ എല്ലാ കൗൺസിലർമാരുൾപ്പെടെയുള്ള പിന്തുണ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം വെച്ചാൽ നമ്മൾ അവരെ അടച്ച് പറയുന്നതല്ല, എങ്കിലും അല്ലാതെ ഇത് നടക്കുകയില്ല. അല്ലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിന്തുണയുണ്ട്. അല്ലാതെ ഇത് ഒരിക്കലും നടക്കാൻ ചാൻസ് കാണുന്നില്ല. കാരണം വെച്ചാൽ നമുക്ക് മുനിസിപ്പാലിറ്റി പരാതി കൊടുത്തു, അവർക്ക് ഇടപെടാൻ പറ്റുന്നില്ല. പോലീസിൽ കൊടുത്തു, അവർക്ക് ഇടപെടാൻ പറ്റുന്നില്ല. അല്ലാതെ MLAക്ക് കൊടുത്തു, അവർക്ക് ഇടപെടാൻ പറ്റുന്നില്ല. പിന്നെ ഇത് ആരെ ഇടപെടുന്നത്? ഞങ്ങൾ നേരിട്ട് പോയി കയ്യാങ്കളി നടത്തി ഇടപെടണം എന്നാണ് പറയുന്നത്. അത് നടക്കുന്ന കാര്യമല്ലല്ലോ. ലോട്ടറി കച്ചവടം വലിയ നഷ്ടത്തിലെന്നാണ് പറയുന്നത്. എന്നാൽ ഈരാറ്റുപേട്ടയിൽ ഇത്തരത്തിൽ സംസ്ഥാന ലോട്ടറിയുടെ സമാന്തര ലോട്ടറി വിപണി സജീവമായി നടക്കുന്നുവെന്ന് പരാതി ഉയർന്നിട്ടും പോലീസ് യാതൊരു നടപടിയും എടുക്കുന്നില്ല എന്നാണ് ആരോപണം ശക്തമായിരിക്കുന്നത്. സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തരമായ നടപടിയെടുത്ത് ഇത് അവസാനിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഈ ലോട്ടറി വിൽപ്പനക്കാരുടെ ആവശ്യം. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.